ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് എന്തോടി പ്രത്യേകത വ്ളോഗിന്റെ? കാനഡ ഡേ സെലിബ്രേഷൻ. യെസ്. ജൂലൈ 1 കാനഡ ഡേ ആണ്. അപ്പൊ അത് നമ്മുടെ ലുണംബർഗ് കൗണ്ടിയിലെ നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ പോലെ ഇവരുടെ കുറച്ച് ഡാൻസ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സും കൂടി ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു ഇന്ന് അതൊരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാന്നല്ലേ. അപ്പത്തേ നമ്മള് ഹോൾ എത്തി. നമ്മുടെ പ്രോഗ്രാം എപ്പോഴാണ് ചേച്ചി? അയ്യോ, തീരെ തിരക്കില്ല കേട്ടോ. 11:30. തീരെ തിരക്കില്ല, നല്ല തിരക്കുണ്ട്. അപ്പത്തേ നമ്മൾ എത്തിയിട്ടുണ്ട്. 11:30 ഞങ്ങളുടെ ഡാൻസ്. അപ്പൊ എല്ലാരും എത്തിയെന്ന് നോക്കാം. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എപ്പോ കാണാച്ചോ? നമുക്ക് വഴിയേ കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കേ ഓക്കേ, ബൈ ഗൈസ്. ഇങ്ങോട്ട് നോക്ക്. ഇതാണ് അനി ചേച്ചി, മീനു. പേര് പറയടി. അപ്പൊ നമ്മൾ വേണ്ടേ ഇനി കുങ്കുമം തൊടാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് പറ. എന്നെ പറ്റി 2 വാക്ക് പറഞ്ഞിപ്പോ. അല്ല പിന്നെ 2 വാക്ക് എന്നെ പറ്റി 2 വാക്ക്. അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ശരി, ഞങ്ങള് ഡാൻസ് കാണാൻ എക്സൈറ്റഡ് ആണോ? ഞങ്ങളെ ഡാൻസ് കാണാൻ എക്സൈറ്റഡ് ആണോ? താങ്ക് യു. മേക്കപ്പ് അല്ല, കല്ല് പൊട്ട് വെച്ചാലോ നമുക്ക്? ആണല്ലേ. തൊടട്ടെ. റെഡി? കല്ല് പൊട്ട് വെച്ചാലോ? പ്രീച്ചി റെഡിയാണോ? പ്രീച്ചി എന്തിനാടി? നമ്മുടെ ഡാൻസിന്. അയ്യോ, നമ്മുടെ ഡാൻസിന് ഞാൻ റെഡിയാണ്. ഇതാനോ ചേച്ചി? ചേച്ചി ചേച്ചി അതെ. ഞങ്ങൾ 2 പേരാ കളിക്കുന്നത്. ചേച്ചി കിയോ നമ്മുടെ കാനഡ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. Will do so with continued respect, humanity, and goodwill, and we will do this in true maritime fashion. From maple syrup to poutine, duct tape to paper. I was a little concerned when things got changed from the waterfront to the indoor venues because Lunenburg really is all on the waterfront, but it's glad to see so many people come out to enjoy today's events. And again, thank you to Candace and Ula, Desiimo, Lumen, Gizi, Mina Jok Desanin, Seknogama. I say, Creator, thank you for another day. We thank you for gathering us together. അതുപോലെ തന്നെ നമ്മുടെ കിഡ്സിന് കളിക്കാനായിട്ടും അവരെ ജസ്റ്റ് ഡ്രോയിങ്ങും പെയിന്റിങ്ങും ചെയ്യാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ കാരണം ഈ ഒരു പ്രോഗ്രാമിലൊക്കെ അവർക്കും ബോർഡിക്കാൻ പറ്റുള്ളൂ. അവരെ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. Both graduates of the class of '87, so we're feeling pretty good with the old school logo on the back wall. I won't speak very long because there are so many great activities ahead today. You know, for those of you newer to this area, their hands last year, I was struck by the beauty and the great gift that was their performance. That I learned that nearly 80% of the ladies who danced last year are here with multi-generations of your family, your children. You are adding and bringing amazing skills and amazing culture that you are sharing with us. And Nova Scotia is richer for it. അപ്പോൾ അവർ സ്റ്റേജിലോട്ട് കയറുന്നുണ്ട് ഡാൻസ് പരിപാടികൾക്കായിട്ട്. കയറുക.
ईशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि നെഞ്ചിനിലെ 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 ഊഞ്ചല് നാണങ്ങൾ എൻ കണ്ണിലെ പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ തങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ തങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ உறவச்ச சோறு உப்பு கருவாடு உறவச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு உறவச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி Hola, hola, hola,
ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ചേച്ചിന്ന് നമ്മളത് ഹോട്ട് ഡോഗ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ചേട്ടായി? കുഴപ്പമില്ല. ഹോട്ട് ഡോഗ് ചേട്ടായി ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബോറല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല ഡ്രസ്സിന്റെ കോൺട്രാസ്റ്റ് അടിപൊളിയായിരുന്നു, നല്ല കോൺട്രാസ്റ്റ് ആയിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വരുന്നപ്പോഴത്തേക്ക് അതെ ഞങ്ങളുടെ ഡ്രസ്സ് കാണിച്ചാ. പിന്നെ നമുക്ക് കഴിച്ചിട്ട് വേണ്ട അമ്മയുണ്ട്, അമ്മയും പാപ്പും എല്ലാം അവിടെ ഉണ്ട്. അവിടെ എന്ത് അവിടെ ഗെയിംസ് അല്ലേ? അപ്പൊ പുഞ്ചിച്ച് അവര് അവിടെ വിളിക്കാൻ പോയിട്ടുണ്ട്. അതെ പോയിട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? സത്യം പറ പുഞ്ചിച്ചി. അവളെ ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. നമ്മളിതെല്ലാം കഴിച്ചിട്ട് ഇനി എന്തോട് പരിപാടി? ഞാൻ മറന്നുപോയമ്മ. നമ്മളിന്ന് വീട്ടിൽ ചെന്ന് എല്ലാരും കൂടെ കപ്പ ബിരിയാണി ആക്കും, കഴിക്കും, കിടന്നുറങ്ങും. പിന്നെ നാളെ എന്നത്തെ പോലെ എനിക്ക്. എങ്ങനെയുണ്ടമ്മ? ഇഷ്ടായാ? വിശന്നോ? എന്ത് രാവിലെ 2 ദോശ. ഓക്കെ, അപ്പൊ നമ്മുടെ കിഡ്സിന്റെ ഗെയിംസ് ഏരിയ ആണ്. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കിഡ്സിന് വേണ്ടി ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോ ഇവിടെ ഒന്ന് ഫുൾ ഇൻഫ്ലേറ്റഡ് മറ്റേ സംഭവങ്ങളാട്ടോ എല്ലാം. ഈ പിള്ളേരെവിടെ നിൽക്കുന്നത് നോക്കണമല്ലോ. ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്.
നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യനായ കാണാനില്ല എല്ലാം കളിയിൽ. അതെ, അനിയത്തേച്ചിക്ക് ഫുഡ് കൊടുക്കാം. വൈകിട്ട് കാണാം കേട്ടോ അവിടെ എല്ലാവരും പിള്ളേരെ. അനിയത്തേച്ചി എന്നാ അവർക്ക് എല്ലാം പിള്ളേരെല്ലാം ഇവിടെ കളിച്ചോണ്ടിരിക്കട്ടോ. ആ കൊള്ളാം. കഴിഞ്ഞോ? അടിപൊളി അടിപൊളി. എടാ അമ്മു, ഇതെന്താ ക്യൂ എന്ന് കളിക്കാൻ പറഞ്ഞേ? എടാ ഇത് കുട്ടിയൊന്നും അല്ലടോ, ക്യൂ കേട്ടോ പറഞ്ഞേ. കയറി പോയിട്ട് ഫുള്ള് കറങ്ങി അപ്പൊ വരാൻ തോന്നട്ടോ. ഇവിടെ ഉണ്ട്. എടാ ഇത് വലിയ ആൾക്കാരാണോ? ഞാൻ കേട്ടെ വലിയ ആളുണ്ട്. ഇത് വലിയ ആൾക്കാരുടെ. ഇതിന്റെ പാവാടേക്കനും മാറ്റി വലിയ നല്ല രസത്തൊന്നുമില്ല. ഞാൻ മറന്നുപോയി. കൊള്ളാല്ലേ? അങ്ങനെ ഞാനും പൊതിച്ചും കൂടെ പുറത്തോട്ട് ഇറങ്ങിയല്ലേ. ചിപ്സിന് ഡിപ്പ് മേടിക്കാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്. അതെ, വീട് ചെയ്തിട്ട് നമുക്ക് കപ്പ ബിരിയാണി വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം. ഓക്കെ, എന്തോടി പരിപാടി? കപ്പ ബിരിയാണി. കപ്പ ഇട്ടതില്ലേ? ഇല്ല. ഓക്കെ, അടിപൊളി. നമ്മളിപ്പോ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാരും ഒന്ന് ഉറങ്ങി എണീറ്റ്. ഇപ്പൊ സമയം എത്രയമ്മ? 8 മണി കഴിഞ്ഞ്. ഹായ് മാമി. 8 മണി കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് എണീറ്റ് പഞ്ചിശിതേ കപ്പ ബിരിയാണി ആക്കുന്നു. ഇത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കണം, പിന്നെയും കിടന്നുറങ്ങണം. അജു ഹായ്. ഞങ്ങൾ സിനിമ കാണുന്നു. ഏത് സിനിമയാ? റിയൽ സ്റ്റീൽ റോബോട്ട്സിന്റെ. ഓക്കെ, അപ്പൊ ഇനി ഇത്രയൊക്കെ ഉള്ളു പരിപാടി. ഇത് കഴിഞ്ഞിട്ട് നമ്മള് കഴിച്ച് കിടന്നുറങ്ങും. എന്നിട്ട് വീട്ടിൽ പോകും. പിന്നെ നാളെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോ പൊഞ്ചിച്ചിയുടെ വീട്ടിലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വീഡിയോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ പറമ്മ. ബൈ പറമ്മ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.